ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ 4th ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റിയുള്ള നമ്മുടെ എല്ലാ സംശയങ്ങളും അതുപോലെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനായി KSU സെന്റ് തോമസ് കോളേജ് ഓർഗനൈസ് ചെയ്യുന്ന ഈ വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ആദ്യമായി ഒരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളും ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവും. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാനായിട്ട് നമുക്ക് ഇന്ന് ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ VM ചാക്കോ സാർ ആണ്. സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറും അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ട്രെയിനറും കൂടെയാണ്. സാർ സെന്റ് തോമസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറും അതുപോലെ തന്നെ ഡീൻ ഓഫ് റിസർച്ചും കൂടെയാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റെല്ലാ വിദ്യാർത്ഥികളും, +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെയും എല്ലാവരെയും KSU സെന്റ് തോമസിന്റെ പേരിൽ ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വെബിനാറിലേക്ക് KSU സെന്റ് തോമസ് യൂണിറ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനായിട്ട് ചാക്കോ സാറിനെ ക്ഷണിക്കുന്നു. സർ. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മൾ 4 ഇയർ ഡിഗ്രിയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് എന്നെ ഈ കാര്യം പരിചയപ്പെടുത്തുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിനും ഒത്തിരി സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ 4 ഇയർ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊപ്പോസൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴിയായിട്ടാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. അത് UGC അതിനുള്ള ആവശ്യമായ ക്രെഡിറ്റ് കരിക്കുലം ഫ്രെയിംവർക്കുകളൊക്കെ തയ്യാറാക്കി. അതനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഡോക്യുമെൻസും തയ്യാറാക്കി. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കൈമാറി. അതുപ്രകാരം എല്ലാ യൂണിവേഴ്സിറ്റികളും അതാത് യൂണിവേഴ്സിറ്റികൾ ചേർന്ന വിധത്തിൽ, എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വിരുദ്ധമായിട്ടല്ലാതെയും അതുപോലെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ പോളിസിക്ക് വിരുദ്ധമാകാതെയും വിധത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും കരിക്കുലം ഫ്രെയിംവർക്കുകളും 4 ഇയർ ഡിഗ്രീൻ്റെ സ്ട്രക്ചറൊക്കെ തയ്യാറാക്കി. ആ ഒരു സ്ട്രക്ചർ തയ്യാറാക്കുന്ന തുടക്കം മുതൽ കഴിഞ്ഞ ജൂലൈയിലാണ് അതിൻ്റെ ഒരു പ്രിലിമിനറി ഡിസ്കഷൻ ആരംഭിച്ചത്. ജൂലൈ 4-ന്. അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ പല കമ്മിറ്റികളിലും അല്ലെങ്കിൽ പല സബ് കമ്മിറ്റികളിലും, ഞാൻ കരിക്കുലം കമ്മിറ്റിയുടെ ഒരു മെമ്പറായിരുന്നു, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉള്ള സജഷൻസ് എല്ലാം നമ്മളത് കൊടുത്തിരുന്നു. അതുപ്രകാരം എല്ലാ ഭാഗത്തു നിന്നുള്ള സജഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിലൊരു പക്ഷേ നിങ്ങളുടെ ആശങ്കകൾ ഉണ്ടാകാം, ചിലപ്പോൾ കുറച്ചൊക്കെ പോരായ്മകൾ ഉണ്ടാകാം. അതെല്ലാം നമുക്ക് വീണ്ടും പരിഹരിക്കാവുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റിയെ അറിയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഫുൾ സ്ക്രീൻ മോഡിലാക്കട്ടെ? കാണുന്നുണ്ടോ? യെസ് സാർ, കാണുന്നുണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം വിസിബിൾ ആണല്ലോ അല്ലേ? യെസ് സാർ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം കരിക്കുലം ഫ്രെയിംവർക്ക്, ഇതിൽ 4 ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 വർഷമുണ്ട്. അതിൽ ഇതുവരെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഡിഗ്രി എന്ന് പറയുന്നത് 3 ഇയർ പ്രോഗ്രാമാണ്. അതിന് ഇപ്പോൾ നിലവിലുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ആണ്. പക്ഷേ UGCയുടെ ഗൈഡ് ലൈൻ പ്രകാരം 133 ക്രെഡിറ്റ് ആണ് ഒരു ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടത്, 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടത്. അതുപോലെ തന്നെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനുണ്ട് 177 ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും കൃത്യം അത്രയും തന്നെ ക്രെഡിറ്റ് ആണോ കുട്ടിക്ക് ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതല്ല, 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ 180 ക്രെഡിറ്റ് വരെ സ്റ്റുഡൻറ്റിന് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വഴിയായിട്ട് 240 ക്രെഡിറ്റ് വരെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അവർ വർക്കാണ്. പണ്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ മുൻപൊക്കെ ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പല റേഞ്ച് ഉണ്ടായിരുന്നു. 1-ന് 1.5, 1-ന് 2, 2-ന് 1, ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, പല രീതിയിൽ. പക്ഷേ ഇവിടെ നമ്മൾ തിയറി പേപ്പറിനെല്ലാം ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ടീച്ചിങ് അവറുള്ള ഒരു കോഴ്സിനാണ് 1 ക്രെഡിറ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമ്മുടെ ഇപ്പോൾ 6 സെമസ്റ്ററുകൾ ഉണ്ടാവും 3 വർഷ പ്രോഗ്രാമിൽ.
8 സെമസ്റ്റർ ഉണ്ടാവും 4 വർഷ പ്രോഗ്രാമിൽ. ആ പ്രോഗ്രാമുകളിൽ 3 ടൈപ്പ് കോഴ്സുകളാണുള്ളത്. അതായത് പേപ്പറുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പറുകൾ. ഇനി ഇത് കോഴ്സുകൾ എന്നാണ് വിളിക്കുക. 3 ടൈപ്പ് കോഴ്സുകൾ. അത് മേജർ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈനർ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മേജർ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈനർ കോഴ്സ് ഉണ്ട്, പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. അപ്പോൾ മേജർ, മൈനർ, പിന്നെ ഫൗണ്ടേഷൻ, ഇന്റേൺഷിപ്പ്, പ്രൊജക്റ്റ്, അങ്ങനെയുള്ള കമ്പോണൻസ് ആണ് ഈ 3 ഇയർ അല്ലെങ്കിൽ 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ 4 ഇയർ ആണ്. 4 ഇയർ ആകുമ്പോൾ 177 ക്രെഡിറ്റ് ആണ് ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ടത്, മിനിമം അച്ചീവ് ചെയ്യേണ്ടത്. അത് 240 വരെ ആ കുട്ടിക്ക് കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, അല്ലെങ്കിൽ മറ്റു കോളേജുകളിൽ നിന്നും, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്നും, ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് ഇൻഡിവിജ്വലായിട്ട് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കേണ്ടി വരും, അങ്ങനെ പല രീതിയിലൊക്കെ അത് പഠിച്ചെടുക്കേണ്ടി വരും. ഇനി 4 ഇയറിൽ തന്നെ 2 ടൈപ്പ് പ്രോഗ്രാം ഉണ്ട്. ഒന്ന് 4 ഇയർ ഹോണേഴ്സ് ആണ്. 4 ഇയറിൽ ഹോണേഴ്സ് ഡിഗ്രി, UG ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയും. UG ഹോണേഴ്സ് ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു റിസർച്ച് ഡിഗ്രി അല്ല. UG ഡിഗ്രി തന്നെയാണ്, അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം തന്നെ, പക്ഷെ അതൊരു റിസർച്ച് ഡിഗ്രി അല്ല. അവർക്ക് ഈ UG ഹോണേഴ്സ് കഴിഞ്ഞാൽ PGക്ക് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? ജസ്റ്റ് PGക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന മറ്റ് മേഖലകളിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ 4 ഇയർ UG പ്രോഗ്രാം വിത്ത് ഹോണേഴ്സിൽ ആ കുട്ടിക്ക് ആ ഹോണേഴ്സ് ഡിഗ്രി, UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കഴിയുന്നതോടുകൂടി ആ കുട്ടിക്ക് ഒരു പക്ഷേ റിസർച്ച് PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ PGക്കും പോകാം, അതുപോലെ തന്നെ PhD പ്രോഗ്രാമിനും പോകാൻ സാധിക്കും. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 2 ടൈപ്പ് 4 ഇയർ പ്രോഗ്രാം ആണുള്ളത്. ഒന്ന് UG ഹോണേഴ്സ് പ്രോഗ്രാമും 4 ഇയർ ഹോണേഴ്സ് പ്രോഗ്രാമും, രണ്ടാമത് UG ഹോണേഴ്സ് വിത്ത് റിസർച്ച്. UG ഹോണേഴ്സിന്റെ പ്രത്യേകത അത് PGക്ക് പോകാൻ സാധിക്കും, റിസർച്ചിന് പോകാൻ സാധിക്കില്ല. പക്ഷെ അതേസമയം UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആകുമ്പോൾ PhDക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും, അതുപോലെ തന്നെ PG സെക്കൻഡ് ഇയറിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 4 ഇയർ ഡിഗ്രിയിൽ 4th ഇയർ എന്ന് പറയുന്നത് PGയുടെ ഫസ്റ്റ് ഇയർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് 4 ഇയർ കഴിയുന്നതോടുകൂടി PG സെക്കൻഡ് ഇയറിലേക്ക് ആ കുട്ടിക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് പോകാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്താണ് മേജർ? ഞാൻ പറഞ്ഞു മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്. അതിൽ മേജർ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് മേജർ ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ 133 ക്രെഡിറ്റിന്റെ ഏകദേശം 50% മുകളിൽ ക്രെഡിറ്റ് എന്തിനുണ്ടായിരിക്കണം? സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവണം. പിന്നെ അപ്പൊ 50% ക്രെഡിറ്റ് ഉണ്ടാവണമെങ്കിൽ 17 കോഴ്സുകൾ, മിനിമം 17 കോഴ്സുകൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ ആ കുട്ടി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 3 ഇയർ പ്രോഗ്രാമിനാണ്. 4 ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 50%, 177 50% എന്ന് പറയുന്നത് ഏകദേശം 88 ക്രെഡിറ്റ് ആണ്. റൗണ്ട് ചെയ്യും, 88 ക്രെഡിറ്റ് ആണ്. അപ്പൊ 88 ക്രെഡിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടി സ്റ്റാറ്റിസ്റ്റിക്സ് മേജർ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ അടുത്ത മൈനർ. അപ്പൊ മേജർ ക്ലിയർ ആയെന്ന് വിചാരിക്കുക. ടോട്ടൽ ക്രെഡിറ്റിന്റെ 50% കൂടുതൽ, മിനിമം 50% ക്രെഡിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിലാണെങ്കിൽ, ഇപ്പൊ മാത്തമാറ്റിക്സിലാണെങ്കിൽ മാത്തമാറ്റിക്സ് മേജർ എന്ന് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ എന്തുണ്ടായിരിക്കണം? 50% കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. അതെങ്ങനെ ക്രെഡിറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ ഞാൻ പറയാം. ഇനി എന്താണ് മൈനർ? മൈനർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ കോളേജുകളിലൊക്കെ BSc മാത്തമാറ്റിക്സ് വിത്ത് കോംപ്ലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും. ഏതാണ്ട് ഈ കോംപ്ലിമെന്ററിയുടെ ആ ഒരു തലത്തിലുള്ള ഒരു കോഴ്സാണ് മൈനർ കോഴ്സുകൾ. അതായത് മേജർ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായുള്ള കോഴ്സുകളാണ് മൈനർ കോഴ്സുകൾ. അപ്പൊ അതില് 24 ക്രെഡിറ്റിന്റെ, അതായത് ഒരു കാര്യം അതിന്റെ ഇടയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, മേജർ കോഴ്സിനും മൈനർ കോഴ്സിനും ഒരു കോഴ്സിന് 4 ക്രെഡിറ്റ് ആണ്. അതായത് ഒരു ഫസ്റ്റ് സെമസ്റ്ററിലെ BSc മാത്തമാറ്റിക്സിന്റെ ഉദാഹരണത്തിന് ഇൻട്രൊഡക്ടറി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് 4 ആണ്. അപ്പൊ മേജർ ആണെങ്കിലും മൈനർ ആണെങ്കിലും
4 ക്രെഡിറ്റ് ആണ് ഒരു കോഴ്സ് പഠിച്ചാൽ ഉണ്ടാവും. ഒരു സെമസ്റ്ററിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ 4 ക്രെഡിറ്റ് ആണ് കിട്ടുക. അതേസമയം ഫൗണ്ടേഷൻ കോഴ്സുകളാണെങ്കിൽ 3 ക്രെഡിറ്റേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയും 6 മൈനർ കോഴ്സുകളാണ് 3 ഇയർ പ്രോഗ്രാമിൽ സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അപ്പൊ 6 × 4 24. ഓക്കെ, അപ്പൊ 24 ക്രെഡിറ്റ് ആണ് മൈനറിന് കിട്ടുക. അതുപോലെ തന്നെ 4 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ 32 ക്രെഡിറ്റ് ആണ് പിന്നെ ടോട്ടൽ മൈനറിന് കിട്ടുക. കാരണം 8 ക്രെഡിറ്റ് കൂടി മൈനറിന് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് 3 ഇയർ പ്രോഗ്രാമിൽ 24 ക്രെഡിറ്റ് 6 മൈനർ കോഴ്സുകളും 4 ഇയർ പ്രോഗ്രാമിൽ 38 ക്രെഡിറ്റ് 8 മൈനർ കോഴ്സുകളും വഴിയായിട്ട് ഉണ്ടാകും. അപ്പൊ അതാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പൊ മേജറിന് 50%, മൈനറിന് 24 or 32 എന്നുള്ളതാണ് കണക്ക്. ഇനി മൈനർ ഒരു പക്ഷേ നമ്മുടെ സെയിം വിഷയത്തിലാകാം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലാകാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ മാത്തമാറ്റിക്സിലൂടെ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഏറ്റവും ചേർന്ന് പോകുന്ന വിഷയങ്ങളായിരിക്കും മൈനർ സ്ട്രീമിൽ പഠിക്കേണ്ടി വരിക. അത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് മാത്തമാറ്റിക്സിന്റെ കൂടെ നമ്മൾ സ്വാഭാവികമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചേർക്കുക. അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള കോഴ്സുകളാണ് മൈനർ എന്ന് പറയാം. ഇനി ഇന്റേൺഷിപ്പ്, ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. അത് 2 ക്രെഡിറ്റ് ഇന്റേൺഷിപ്പ് ആണ്. അത് പഠിപ്പിക്കുന്നൊന്നുമല്ല, അത് ഫീൽഡ് വർക്കും അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ ആയിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. 2 ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം ഉള്ളത് ഒരു സെമസ്റ്ററിൽ 2 ക്രെഡിറ്റ്. അതുപോലെ പ്രൊജക്റ്റ് ഉണ്ട്. അത് 4th ഇയറിൽ വരുമ്പോഴാണ് പ്രൊജക്റ്റുകൾ വരിക. 4th ഇയർ ഞാൻ പറഞ്ഞ 2 4 ഇയർ പ്രോഗ്രാം ഉണ്ട്. 4 ഇയർ ഡിഗ്രി ഹോണേഴ്സും 4 ഇയർ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ചും. അപ്പൊ 4 ഇയർ ഡിഗ്രി ഹോണേഴ്സ് പ്രോഗ്രാമിൽ 8 ക്രെഡിറ്റിന്റെ മേജർ ഡിസിപ്ലിനിലുള്ള പ്രൊജക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? 8 ക്രെഡിറ്റിന്റെ മേജർ ഡിസിപ്ലിനുള്ള പ്രൊജക്ട് ചെയ്യണം. അതേസമയം UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ആണെങ്കിൽ 12 ക്രെഡിറ്റിന്റെ പ്രൊജക്ട് ചെയ്യണം, മേജർ ഡിസിപ്ലിൻ തന്നെ ചെയ്യണം. അപ്പൊ അത് UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം കിട്ടണമെങ്കിൽ അതൊരു PhD ഉള്ള അധ്യാപകന്റെ കീഴിൽ അത് ഒരു ഗൈഡൻസ് ഒക്കെ നേടിക്കൊണ്ട് വേണം ഈ 12 ക്രെഡിറ്റ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ UG ഹോണേഴ്സ് ആണെങ്കിൽ 8 ക്രെഡിറ്റ് പ്രൊജക്ട് ചെയ്യാം. അത് PhD ഇല്ലാത്ത സൂപ്പർവൈസറുടെ കീഴിൽ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ കോളേജ് സെയിം കോളേജിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു കോളേജുകളിൽ ചെയ്യാം. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിന്റെ സൗകര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കോളേജുകളുമായിട്ടുള്ള എന്താ പറയാ മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് UG ഹോണേഴ്സിൽ പ്രൊജക്ട് ചെയ്യണം, UG ഹോണേഴ്സ് വിത്ത് റിസർച്ചിൽ പ്രൊജക്ട് ചെയ്യണം. അത് 4th ഇയറിലാണ് പറയുന്നത്. അപ്പൊ 4th ഇയറിൽ 8 ക്രെഡിറ്റിന്റെ പ്രൊജക്ട് ഉണ്ട്, 12 ക്രെഡിറ്റിന്റെ പ്രൊജക്ട് ഉണ്ട്. 12 ക്രെഡിറ്റ് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു PhD ഉള്ള ഫാക്കൽറ്റിയുടെ അണ്ടറിൽ അത് റിസർച്ച് സെന്ററിലെ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി. റിസർച്ച് സെന്റർ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിൽ UG ഹോണേഴ്സ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇനി പ്രൊജക്ട്, ഇത് ഹോണേഴ്സ് വിത്ത് റിസർച്ചിന്റെ പ്രൊജക്ടിന്റെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് 12 ക്രെഡിറ്റ് ഉണ്ടാവും. പിന്നെ that should be guided by a faculty member with PhD. It can be done only at the approved research center of the same university or any other university or higher education institution. മറ്റെവിടെയാണ് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതായത് റിസർച്ച് സെന്ററുകളിലാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ബ്രീഫാണ്. മേജർ പാത്ത് വേസ്, മേജർ കോഴ്സസ് 50% കിട്ടാൻ വേണ്ടി 17 കോഴ്സ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് 68. മൈനർ പാത്ത് വേസ് 6 എണ്ണം ചെയ്യണം. 6 എണ്ണം ചെയ്യുമ്പോൾ 6 × 4 24, ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 94 ക്രെഡിറ്റ് മേജർ മൈനർ ഇന്റേൺഷിപ്പ് വഴിയായിട്ട് കിട്ടും. അതാണ് ഈ ഡിഗ്രിയിൽ കിട്ടുന്നത്. അപ്പൊ ബാക്കി 133-നും 170-നും ബാക്കി എന്ത് ചെയ്യും? അതാണ് ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഇതുണ്ടല്ല, നമ്പർ 2 100 മുതൽ 199 ലെവലിലുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് അതെന്താണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ്? ഇപ്പൊ നമ്മളൊരു ഡിഗ്രി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദി, സാൻസ്ക്രിറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ കോഴ്സുകൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള അതിന് പകരമായി നിൽക്കുന്ന കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ 94 ക്രെഡിറ്റ് ആണ് മേജറും മൈനറും ഇന്റേൺഷിപ്പും വഴിയായിട്ട് കിട്ടുക. ബാക്കി വരുന്ന 133-നും അല്ലെങ്കിൽ 177-നും വേണ്ട ക്രെഡിറ്റുകൾ ഏതിൽ നിന്നും കിട്ടണം? ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിന്നും കിട്ടണം. 177 വരുമ്പോൾ കുറച്ചും കൂടി മേജറിൽ നിന്ന് മൈനറിൽ നിന്ന് കിട്ടും. 133-നാണെങ്കിൽ 94 കഴിച്ച് ബാക്കി വരുന്നതെല്ലാം, അതായത് 39 ക്രെഡിറ്റ്
അപ്പൊ 94 പ്ലസ് 39 എന്ന് പറയുന്നത് 133 അപ്പോൾ 39 ക്രെഡിറ്റ് എന്തിൽ നിന്ന് ലഭിക്കണം? ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് ലഭിക്കണം. അപ്പൊ അതിൽ 39 ക്രെഡിറ്റിന് ഞാൻ പറഞ്ഞ 3 ക്രെഡിറ്റ് ആണ് ഓരോ കോഴ്സിനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് 13 കോഴ്സുകൾ ഇങ്ങനെയുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ചെയ്യണം. അപ്പൊ അതില് 4 ഈ 13 തന്നെ 4 എണ്ണം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ്. അപ്പൊ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ എബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എബിലിറ്റിയോ അല്ല, ലാംഗ്വേജ് എബിലിറ്റിയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് AEC എന്നാണ് ഷോർട്ട് ഫോം. AEC 1 ഓഫർ ചെയ്യുക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, AEC 2 മലയാളം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പോലുള്ള അഡീഷണൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ്, AEC 3 ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യും, AEC 4 അഡീഷണൽ ലാംഗ്വേജ്, അതായത് മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജ് എബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ഓഫർ ചെയ്യും. അതായത് ഇപ്പൊ നിലവിലെ നമ്മുടെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം AEC കോഴ്സിന്റെ അണ്ടറിൽ വരും. അതുപോലെ തന്നെ മറ്റൊന്നാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓഫർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് വേണമെങ്കിൽ എന്താ പറയാ എക്കണോമിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ആപ്ലിക്കേഷൻ മുഴുവൻ വരുന്ന എക്കണോമിക്സിലുണ്ട്, കോമേഴ്സിലുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ കോഴ്സുകൾ എടുക്കാം. അതാണ് മൾട്ടി ഡിസിപ്ലിനറി. നമ്മുടെ ഡിസിപ്ലിൻ അല്ലാതെ വേറെ ഡിസിപ്ലിനിൽ നിന്ന് എടുക്കുന്ന കോഴ്സുകളാണ് മൾട്ടി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ 3 ഉണ്ടായിരിക്കും. അതിലും MDC 1 എല്ലാ ഡിസിപ്ലിനും ഓഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. MDC 2 എല്ലാ ഡിസിപ്ലിനും ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, കോമേഴ്സ്, ഇക്കണോമിക്സ് എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഏതിന് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ MDC 3 അത് കേരള സ്റ്റഡീസ് ആണ്. അപ്പൊ അത് നമ്മള് ഇംഗ്ലീഷുകാരും ലാംഗ്വേജുകാരും ചേർന്ന് എടുക്കുന്ന കാര്യമാണ്. അപ്പൊ അത് അവർ ഓഫർ ചെയ്യുന്നതനുസരിച്ച് എവിടെ വേണമെങ്കിലും പോയി എടുക്കാം. പിന്നെ മറ്റൊന്നുള്ളത് വാല്യൂ ആഡഡ് കോഴ്സസ് ആണ്. വാല്യൂ ആഡഡ് കോഴ്സിനും 3 ക്രെഡിറ്റ് കോഴ്സ് തന്നെയാണ്. അപ്പോ അതും 3 ഉണ്ട്. അപ്പൊ വാല്യൂ ആഡഡ് കോഴ്സസ് ഒന്നാമത്തെ എടുക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഉദാഹരണത്തിന് പറഞ്ഞാല് എന്താണ് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷനൊക്കെ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ എന്താണ് അറിയാം നമ്മുടെ ഭരണഘടനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ വാല്യൂ ആഡഡ് കോഴ്സസ് 1ഉം 2ഉം എടുക്കുക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് 3 ഉണ്ട്, അത് മറ്റു ലാംഗ്വേജസ് ആയിരിക്കും എടുക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അത് സ്കിൽ, അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കമ്പ്യൂട്ടർ സ്കിൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എന്തെങ്കിലും എല്ലാ ഡിസിപ്ലിനും അത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, പ്രോബ്ലം സോൾവിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് കോഴ്സുകൾ ഉണ്ടാവും. അത് SCC 2, SCC 1 ഇംഗ്ലീഷുകാർ ഓഫർ ചെയ്യും. സ്കിൽ 1 എന്ന് പറയുന്നത്. സ്കിൽ 2 എല്ലാ ഡിസിപ്ലിനും ഉണ്ട്. സ്കിൽ 3 മേജർ ഡിസിപ്ലിൻകാരായിരിക്കും ഓഫർ ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് എടുക്കണം. അപ്പൊ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളും ഇങ്ങനെ പല കോഴ്സുകൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാലുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിലവിലെ സാഹചര്യം അനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ കോഴ്സുകൾ ഉണ്ടാവും അറിയില്ല. എന്നാലും നമുക്ക് ചേർന്ന കോഴ്സുകൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മെയിൻ കോഴ്സിന് വേണ്ട സബ് കോഴ്സുകളും അതിന് വേണ്ട അഡീഷണൽ മറ്റ് ലാംഗ്വേജുകൾ ഇംഗ്ലീഷൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, കോളേജുകളിലൊക്കെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അവരോടൊക്കെ ചോദിച്ച് നമുക്ക് പറ്റിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിലൊരു മാർഗം എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഓഫർ ചെയ്യുന്നത് എല്ലാവർക്കും പോയി എടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സിന്റെയും കോളേജിലെ കോർഡിനേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി 4th ഇയറിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാണ്. നമ്മൾ 3 ഇയർ വരെയുള്ള സ്ട്രക്ചർ ഞാനൊന്ന് ജസ്റ്റ് 4th ഇയറിന്റെ സ്ട്രക്ചർ 3 ഇയറിന്റെ സ്ട്രക്ചർ ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. ഓരോ 3 വർഷം വരെ 6 സെമസ്റ്റർ ഉണ്ടാവും. 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ ആണ് വരിക. അപ്പൊ 4ാമത്തെ വർഷത്തിൽ 2 സെമസ്റ്റർ ഉണ്ടാവും, 7ഉം 8ഉം. 44 ക്രെഡിറ്റ് ആണ് 4ാമത്തെ വർഷത്തിൽ ഏൺ ചെയ്യേണ്ടത്. മിനിമം ആണ് കേട്ടോ, 133 കൂടാതെ. അത് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് 133 കിട്ടിയിട്ടുണ്ടാവും എല്ലാം ജയിച്ചാല്. ഇനി 4ാമത്തെ വർഷത്തേക്ക് കടക്കുമ്പോൾ 4ാമത്തെ വർഷത്തിൽ നമുക്ക് എത്ര കിട്ടണം? 44 ക്രെഡിറ്റ് കിട്ടണം. അപ്പൊ ഈ 44ൽ 30 ക്രെഡിറ്റ് എന്തിനാകാം? മേജർ ഡിസിപ്ലിനിൽ തന്നെയാകാം. അപ്പൊ അതില് ആ 30ൽ 20 ക്രെഡിറ്റ്, 32 ക്രെഡിറ്റ് മേജർ ഡിസിപ്ലിൻ ആകാം. അതിൽ 20 ക്രെഡിറ്റ് എന്ത് ചെയ്യാം? 5 കോഴ്സുകൾ ചെയ്യാം, 5 മേജർ കോഴ്സുകൾ. അപ്പോൾ 4ാമത്തെ വർഷത്തെ ആദ്യത്തെ സെമസ്റ്റർ, അതായത് 7ാമത്തെ സെമസ്റ്ററിൽ 5 മേജർ കോഴ്സുകൾ ചെയ്യണം. ഫസ്റ്റ് ഇയർ PG ലെവലിൽ 5 കോഴ്സുകൾ. ആ ലെവൽ എന്ന് പറയുന്നത് 400 പല ലെവലുണ്ട്. ഫസ്റ്റ് ഇയർ PG ലെവൽ കോഴ്സുകൾ ചെയ്യണം. കുറച്ച് കൂടിയ ടൈപ്പ് കോഴ്സുകളായിരിക്കും.
ഇനി അപ്പൊ വേറെ അടുത്ത രണ്ടാമത്തെ സെമസ്റ്റർ വരും, അതായത് 4ാമത്തെ വർഷത്തില് 8ാമത്തെ സെമസ്റ്റർ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? 7ാമത്തെ സെമസ്റ്റർ 5 കോഴ്സുകൾ ചെയ്യണം. 8ാമത്തെ സെമസ്റ്റർ എന്ത് ചെയ്യും? ഒരു പ്രൊജക്റ്റും ചെയ്യും, മറ്റു 3 കോഴ്സുകളും ചെയ്യും. ഈ ഒരു പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 കോഴ്സിന് തുല്യമാണ്. അപ്പൊ ഒന്നെങ്കിൽ 3 കോഴ്സുകളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 കോഴ്സിന്റെ ക്രെഡിറ്റ് വരുന്ന 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രൊജക്ട് ചെയ്യാം. അത് റിസർച്ച് പ്രൊജക്ട് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് 8 ക്രെഡിറ്റിന്റെ ഒരു പ്രൊജക്ട് ചെയ്യാം, പിന്നെ ബാക്കി വരുന്ന 4 ക്രെഡിറ്റ് എന്ത് ചെയ്യാം? ഒരു കോഴ്സ് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന 12 ക്രെഡിറ്റ്, അപ്പൊ 20 വന്നു, 44 ആണെങ്കിൽ 20 പ്ലസ് 12 പ്രൊജക്ട് പ്ലസ് 12 എന്താണ് മറ്റ് കോഴ്സുകൾ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് 44 ആവുക. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ 12 ക്രെഡിറ്റ്സ് ഫ്രം 3 കോഴ്സസ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 4th ഇയറിൽ എങ്ങനെയാണ്? 20 ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ 5 കോഴ്സുകൾ ചെയ്യണം. പിന്നെ ബാക്കി വരുന്ന 24 ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ 12 പ്ലസ് 12 എന്നുള്ള രീതിയിൽ 12 ക്രെഡിറ്റ് ഒരു പ്രൊജക്റ്റും, അല്ലെങ്കിൽ 8 ക്രെഡിറ്റിന്റെ പ്രൊജക്റ്റും 4 ക്രെഡിറ്റിന്റെ കോഴ്സും പ്ലസ് പിന്നെ ഈ പറഞ്ഞ 12 ക്രെഡിറ്റ് 3 കോഴ്സിൽ നിന്നായിട്ട് ലഭിക്കും. അങ്ങനെ ചെയ്യണം. അത് ഞാൻ ലാസ്റ്റ് ഒരു എന്താ പറയാ വളരെ സമ്മറൈസ് ചെയ്ത് ഞാൻ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചാൽ അത് ക്ലിയർ ആവും. അപ്പൊ അതാണ് അതിന്റെ ഒരു 4th ഇയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 7th സെമസ്റ്ററിൽ, അതായത് 4ാമത്തെ വർഷത്തിലെ ആദ്യത്തെ സെമസ്റ്ററിൽ PG ലെവലുള്ള 5 കോഴ്സുകൾ ചെയ്യണം. അതിന് 5 × 4 20, അതിന് 20 കിട്ടും. അതുപോലെ തന്നെ 8ാമത്തെ സെമസ്റ്ററിൽ 3 മേജർ കോഴ്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മേജർ കോഴ്സും 8 ക്രെഡിറ്റിന്റെ പ്രൊജക്റ്റും ചെയ്യണം, അല്ലെങ്കിൽ 12 ക്രെഡിറ്റിന്റെ ഒരു റിസർച്ച് പ്രൊജക്റ്റും ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ അവിടെ 3 ക്രെഡിറ്റ് കിട്ടും. 3 കോഴ്സിന് തുല്യമാവും, 12 ക്രെഡിറ്റ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരു 3 കോഴ്സുകൾ മൈനർ പാത്ത് വൈസും ചെയ്യണം. അങ്ങനെ 12 ക്രെഡിറ്റ് കിട്ടും. 3 × 4 12. അങ്ങനെ ടോട്ടൽ 44 ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അതായത് മൊത്തത്തില് 8 സെമസ്റ്റർ, ഞാൻ സെം 1, സെം 2, സെം 3, സെം 4, സെം 5, സെം 6, സെം 7, സെം 8 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ 8 സെമസ്റ്ററിലും മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, ഫൗണ്ടേഷന്റെ ചില കോഴ്സുകളുണ്ട്. ആദ്യത്തെ 3 സെമസ്റ്ററുകളിൽ ഫൗണ്ടേഷൻ ശരിക്കും ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ 1, 2 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 6 കോഴ്സുകൾ ചെയ്യണം. ഫസ്റ്റ് സെമസ്റ്റർ ഫിക്സ് ഒക്കെ പറയാം, ഫസ്റ്റ് സെമ്മിൽ 6 കോഴ്സുകൾ ചെയ്യണം. അതിൽ മേജർ ഉണ്ടാവും, മൈനർ ഉണ്ടാവും, ഫൗണ്ടേഷൻ ഉണ്ടാവും. സെക്കൻഡ് സെമ്മിൽ 6 കോഴ്സ് ചെയ്യണം, മേജർ ഉണ്ടാവും, മൈനർ ഉണ്ടാവും, ഫൗണ്ടേഷൻ ഉണ്ടാവും. 3rd സെമ്മിൽ 6 കോഴ്സ് ചെയ്യണം, മേജർ ഉണ്ടാവും, മൈനർ, ഫൗണ്ടേഷൻ ഉണ്ടാവും. 4ാമത്തെ സെമ്മിൽ 6 കോഴ്സ് ചെയ്യണം, മേജറും മൈനറും ഫൗണ്ടേഷൻ ഉണ്ടാവും. 5ാമത്തെ സെമ്മിലും മേജറും മൈനറും ഫൗണ്ടേഷൻ സ്കിൽ എൻഹാൻസ്മെന്റ് സെക്ഷനിൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ 6ാമത്തെ സെമസ്റ്ററിൽ മേജറും മൈനറും സ്കിൽ എൻഹാൻസ്മെന്റ് ഉള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ 7ാമത്തെ സെമ്മിൽ 5 മേജർ കോഴ്സുകൾ. അവിടെ പ്രൊജക്റ്റ് ഇല്ല, പ്രാക്ടിക്കൽ ഇല്ല, അങ്ങനെ പ്രൊജക്റ്റ് ഇല്ല, അല്ലെങ്കിൽ മേജർ പ്രൊജക്റ്റ് ഒന്നും ഇല്ല. അവിടെ 5 മേജർ കോഴ്സുകൾ ചെയ്യണം. 8ാമത്തെ സെമ്മില് 3 മേജർ കോഴ്സുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മേജർ കോഴ്സും 2 ക്രെഡിറ്റിന്റെ പ്രൊജക്റ്റും ചെയ്യണം. അത് ഹോണേഴ്സ് ഡിഗ്രി കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ 3 എന്താ പറയാ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ 12 ക്രെഡിറ്റിന്റെ പ്രൊജക്റ്റ് ചെയ്യണം. അതില് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ 3 കോഴ്സസ് ചെയ്യണം. അതിന്റെ പ്രത്യേകത വെച്ചാല് ചിലപ്പോൾ ഈ റിസർച്ച് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും പോവുക. അതുകൊണ്ട് ഓൺലൈനായിട്ട് ഈ അഡീഷണൽ വരുന്ന 3 കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൻ്റെ അകത്തുണ്ട്. ഓൺലൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ റെപ്പോസിറ്ററികൾ ഉണ്ടല്ലോ സാധാരണ ഓൺലൈൻ കോഴ്സുകളൊക്കെ തരുന്നത്, അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ആ കോഴ്സുകൾ എടുക്കാറുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ 7ാമത്തെ സെമ്മിൽ 5 മേജർ, 8ാമത്തെ സെമ്മില് 3 കോഴ്സ് എന്തായാലും ചെയ്യണം. അത് എവിടെ നിന്ന് ചെയ്താലും കുഴപ്പമില്ല, അത് മൈനർ ലെവലുള്ള കോഴ്സാണ്. കൂടാതെ 3 കോഴ്സിന് തുല്യമായിട്ടുള്ള പ്രൊജക്ട് ചെയ്യണം. അത് ഹോണേഴ്സ് പ്രൊജക്റ്റ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 ക്രെഡിറ്റ്, 2 കോഴ്സിന്റെ വാല്യൂ ആണ് അതിനകത്ത് വരിക. ഒരു കോഴ്സിന്റെ വാല്യൂ നമ്മൾ കോഴ്സായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെയാണ് 8ാമത്തെ സെമസ്റ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ മുകളിൽ അതിന്റെ കണക്ക് എഴുതിയിട്ടുണ്ട്. 17 × 4 17 മേജർ കോഴ്സുകൾ 68, പിന്നെ 24 മൈനർ കോഴ്സുകൾ 6 × 4 24, പിന്നെ 13 ഫൗണ്ടേഷൻ കോഴ്സുകൾ 13 × 3 39, 2 ക്രെഡിറ്റ് ഉള്ള ഒരു ഇന്റേൺഷിപ്പ്, ടോട്ടൽ 133. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സമയവും സാഹചര്യം അനുസരിച്ച് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. ക്രെഡിറ്റ് ബാങ്ക് ഉണ്ടാവും, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ടാവും. അവിടെ നിന്നൊക്കെ ക്രെഡിറ്റ് അച്ചീവ് ചെയ്താൽ 180 വരെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഓഫർ ചെയ്യുന്നത് 133 ഉണ്ടാവുള്ളൂ.
പിന്നെ അടുത്ത സെമ്മുകൾ വരുമ്പോൾ അഞ്ച് കോഴ്സുകൾ ഞാൻ പറഞ്ഞു 5 × 4 20 പ്ലസ് 3 × 4 12, അതായത് പ്രൊജക്ടിന്റെ. പിന്നെ 3 × 4 അത് മൈനർ കോഴ്സുകളുടെ 12, അങ്ങനെ 24. അപ്പൊ 20 24 കൂടി 40. അപ്പൊ 133 പ്ലസ് 44 177 കുട്ടി അല്ലെങ്കിൽ സ്റ്റുഡന്റിന് കിട്ടും ഈ ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 240 ക്രെഡിറ്റ് വരെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ താഴെ കുറച്ച് ബാസ്ക്കറ്റുകൾ കാണാം. ഈ ബാസ്ക്കറ്റ് കാണുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിന്റെ ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതാണ് അതിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രിയുടെ. അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളുണ്ട്. അതും ഏത് വേണമെങ്കിലും അതിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സസ് ഉണ്ട്. അപ്പൊ അതിലും ഇങ്ങനെ ഇംഗ്ലീഷുകാരും മറ്റു കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ സ്ലൈഡ്? ഞാൻ ഫുൾ സ്ക്രീൻ മോഡിലായതുകൊണ്ട് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങളെ കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ബാസ്ക്കറ്റ് ആണ് മനസ്സിൽ കാണേണ്ടത്. ഈ ബാസ്ക്കറ്റിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് ആ സ്ലോട്ടുകളിലേക്ക് ഫില്ല് ചെയ്യാം. ആ സ്ലോട്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഇത് ഞാനിപ്പോ കാണിച്ചതിന്റെ സമ്മറി ഇവിടെ ഉണ്ട്. മേജറിന് 68, അത് അശ്വിൻ അത് മ്യൂട്ട് ചെയ്യോ അശ്വിൻ? ഓക്കെ അത് ശരി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇനി പല പാത്ത് വൈസ് ഉണ്ട്. ഇതാണ് ഈ ഒരു 4 ഡിഗ്രിന്റെ വേറെ പ്രത്യേകത. പല പാത്ത് വൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു BSc മാത്തമാറ്റിക്സ് ഡിഗ്രി അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി, അത് നമ്മൾ ആദ്യമേ തന്നെ നിശ്ചയിക്കും. BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc സുവോളജി അല്ലെങ്കിൽ BCom ഫിനാൻസ്, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് അങ്ങ് പഠിക്കുകയാണ്. അതിലൊരു മാറ്റമില്ല. അതിൽ നിന്ന് അണുവിടെ നമുക്ക് ചലിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 4 EDന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോർ തന്നെ മാറാം, അല്ലെങ്കിൽ മേജർ തന്നെ മാറാം, അല്ലെങ്കിൽ മൈനറുകളൊക്കെ നമുക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ മാറാൻ പറ്റും. അപ്പൊ അങ്ങനെ 5 പാത്ത് വേസ് ആണ് ഉള്ളത്. ഈ 5 പാത്തിൽ ആദ്യത്തെ പാത്ത് വേ ആണ് സിംഗിൾ മേജർ പാത്ത് വേ എന്ന് പറയുന്നത്. സിംഗിൾ മേജർ പാത്ത് വേന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ മേജർ വിഷയത്തിൽ 68 ക്രെഡിറ്റ് കിട്ടണം. പിന്നെ മൈനർ വിഷയത്തിൽ 24 ക്രെഡിറ്റ് കിട്ടണം. ഈ മൈനർ എന്ന് പറയുന്നത് സെയിം സബ്ജക്റ്റ് ആണ് നിർബന്ധമില്ല. 24 ക്രെഡിറ്റിൽ 6 എണ്ണമാണല്ലോ ഉള്ളത്. ഈ 6 കോഴ്സുകളും വ്യത്യസ്ത കോഴ്സുകളിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് BSc മാത്തമാറ്റിക്സ്, അതിന്റെ കൂടെ മൈനർ ആയിട്ട് എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സുവോളജി, ബോട്ടണി, കോമേഴ്സ്, ഇക്കണോമിക്സ്, അങ്ങനെ 6 കോഴ്സുകൾ എനിക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 24 ക്രെഡിറ്റ് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ കോഴ്സുകൾ 39, പിന്നെ ഇന്റേൺഷിപ്പ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പല മൈനർ കോഴ്സുകളായിട്ട് മേജറിൽ മാത്രമേ പ്രാമുഖ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയും 68 ക്രെഡിറ്റിലെ മേജറിലുള്ള ഡിഗ്രിയാണ് കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ സിംഗിൾ മേജർ ഡിഗ്രി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ മേജർ ഡിഗ്രിയാണ് കിട്ടുക. ഇനി മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ഉണ്ട്. 2 or 3 ഡിസിപ്ലിനുള്ള 2 എണ്ണമുള്ള ഡിസിപ്ലിൻ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? 68 ക്രെഡിറ്റിന്റെ മേജർ വിഷയങ്ങൾ എടുക്കുക. പിന്നെ 24 ക്രെഡിറ്റില് 12 മാത്തമാറ്റിക്സും 12 സ്റ്റാറ്റിസ്റ്റിക്സും 12 ക്രെഡിറ്റ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. അപ്പൊ എന്താവും? BSc മാത്തമാറ്റിക്സ് വിത്ത് മൈനർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ പറ്റും. അപ്പം 12 എന്ന് പറഞ്ഞാൽ 3 കോഴ്സുകൾ മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും, 3 കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസിൽ എടുത്താൽ മതി. അങ്ങനെ അപ്പോൾ മൊത്തം 6 കോഴ്സാണുള്ളത്. 6ല് 3 ഒരു മൈനറും വേറെ 3 അടുത്ത മൈനറും, 3 കോഴ്സുകൾ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് മേജർ വിത്ത് മൈനർ B and C, മേജർ A വിത്ത് മൈനർ B and C, ആ രീതിയിൽ നമുക്ക് ലഭിക്കും. അതായത് ഇപ്പൊ നിലവിലുള്ള നമ്മുടെ BSc ഡിഗ്രി ഇതിൽ രണ്ടാമത്തെയാണ്, അല്ലെ BSc അല്ലെങ്കിൽ BCom അങ്ങനെയുള്ള ഡിഗ്രികൾ രണ്ടാമത്തെയാണ്. ഇനി ഈ 24 ക്രെഡിറ്റും സെയിം വിഷയത്തിന് എടുക്കാം. ഉദാഹരണത്തിന് മേജർ മാത്തമാറ്റിക്സ് എടുത്തു, മൈനർ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. അപ്പോൾ 6 മൈനർ എടുക്കാൻ പറ്റും, 6ഉം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മേജർ വിത്ത് മൈനർ ഡിഗ്രി കിട്ടും. ഇനി അതുപോലെ വൊക്കേഷണൽ മൈനർ ഉണ്ട്. അപ്പൊ ആ മൈനർ കോഴ്സുകളെല്ലാം വൊക്കേഷണൽ മൈനർ കോഴ്സുകളായിരിക്കും. അപ്പൊ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ഡിഗ്രി കിട്ടും.
അപ്പൊ ഇതൊക്കെ ഓരോ കോളേജിന്റെ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ കോളേജിലുള്ള ഫെസിലിറ്റി കൂടുന്തോറും കൂടുതൽ ഓപ്ഷൻ അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ക്ലാസ് റൂമുകൾ വേണം, വേറെ കോഴ്സുകൾ ഓഫർ ചെയ്യുമ്പോൾ ക്ലാസ് റൂമുകൾ വേണം, ടീച്ചേഴ്സ് വേണം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ കോളേജിനും അനുസരിച്ചുണ്ടാവും ഈ ഇതെല്ലാം. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ ഒരു സെയിം കോഴ്സ് ആയിരിക്കില്ല, ഇപ്പോഴത്തെ നിലവിലുള്ള പോലെ ആയിരിക്കില്ല. ഓരോ കോളേജിനും 5 ടൈപ്പ് പാത്വേസ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഡബിൾ മേജർ പാത്വേസ് ആണ്. അതിൽ ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ആണെങ്കിൽ BA ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 2 വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പൊ ഡബിൾ മേജർ പാത്വേസിൽ 48 ക്രെഡിറ്റ് എ വിഷയത്തിലും 44 ക്രെഡിറ്റ് ബി വിഷയത്തിലും ലഭിക്കണം. അതിനുവേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് എന്താ പറയാ, കൂടുതൽ ക്രെഡിറ്റ് നമുക്ക് 2 വിഷയങ്ങളിൽ വേണം. അപ്പൊ ചെയ്യാവുന്നത് നമ്മുടെ MDC, SCC, VSC എന്ന് പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്, 3 ക്രെഡിറ്റിന്റെ. ആ കോഴ്സുകളില് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ 2 ഡബിൾ മേജറാ വേണ്ടെങ്കിൽ മാത്തമാറ്റിക്സുകാർ ഓഫർ ചെയ്യുന്ന MDCയും SCCയും VSC എടുക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സുകാർ ഓഫർ ചെയ്യുന്ന MDCയും SCCയും VSCയും അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ഡ്യുവൽ ഡിഗ്രി കിട്ടും, ഡബിൾ ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ അപ്പൊ രണ്ട് മേജർ വരുന്നതുകൊണ്ട് ഒരു മേജറിന് കൂടുതലുണ്ട്. എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ച് കൂടുതലുള്ളത്, ക്രെഡിറ്റ് കൂടുതലുള്ളത്. അപ്പൊ കൂടുതലുള്ളതിന് 2 MDC, 2 SCC, 2 VSC ആ വിഷയത്തിൽ എടുക്കുക. കുറവുള്ളതിന്റെ കൂടെ ഒരു MDC, ഒരു SCC, ഒരു VSC ആ വിഷയത്തിൽ എടുക്കുക. അതാണ് ഡബിൾ ഡിഗ്രി എന്ന് പറയുന്നത്, ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുന്നത്, ഡ്യുവൽ മേജർ ഡിഗ്രി. അപ്പൊ അത് പക്ഷേ എല്ലാ കോളേജുകളിലും ഉണ്ടാവണം നിർബന്ധമില്ല. നിലവിൽ എന്താ പറയാ, ഇങ്ങനെ ഡബിൾ മെയിൻ കോഴ്സുകളുള്ള കോളേജുകളിൽ ഈ വർഷം ഉണ്ടാവും. അല്ലാത്ത കോളേജുകളിൽ അവർ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്ത് അത് അനുവദിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഡബിൾ മെയിൻ കോഴ്സുകൾ നിലവിലുള്ള, ഉദാഹരണത്തിന് സെന്റ് തോമസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെന്റ് തോമസിൽ ഇംഗ്ലീഷിന് ഡബിൾ മെയിൻ ഉണ്ടാകാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഡബിൾ മെയിൻ തന്നെയാണ്. ഇനി ഇതിന്റെ ക്രെഡിറ്റ് കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഉദാഹരണത്തിന് ഓക്കെ, കോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഉദാഹരണം ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ 5 പാത്വേസ് പറഞ്ഞല്ലോ. സിംഗിൾ മേജർ പാത്വേ, മേജർ വിത്ത് സിംഗിൾ മൈനർ, മേജർ വിത്ത് 2 മൈനർ, പിന്നെ ഡബിൾ മേജർ പാത്വേസ്, പിന്നെ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. അങ്ങനെ 5 പാത്വേസ് നമ്മൾ പറഞ്ഞു. ആ 5 പാത്വേസിൽ 4 പാത്വേസ്, അതായത് ഡബിൾ മേജർ ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം സ്ട്രക്ചർ ഇതായിരിക്കും. അപ്പൊ എന്താണ് സ്ട്രക്ചർ? ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, DSC ഇവിടെ കാണിച്ചാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ്, അതായത് മേജർ അല്ലെങ്കിൽ മൈനർ എന്നാണ് അർത്ഥം. അപ്പൊ 3 മേജർ അല്ലെങ്കിൽ മൈനർ വേണം. ഓക്കെ, ABC മേജർ അല്ലെങ്കിൽ മൈനർ. ഒന്ന് മേജർ ആയിരിക്കും എന്തായാലും, ബാക്കി 2ഉം ചിലപ്പോൾ മേജർ തന്നെയാകാം, അല്ലെങ്കിൽ മൈനർ ആകാം, അല്ലെങ്കിൽ 2 മൈനർ ആകാം. എന്ത് തന്നെയാണെങ്കിൽ 3 സ്ലോട്ട് ഉണ്ട്, ABC. പിന്നെ ഒരു AEC 1, AEC 2 ഉണ്ട്, ഒരു MDC ഉണ്ട്. അങ്ങനെ മൊത്തം 6 കോഴ്സ് ഫസ്റ്റ് സെമ്മിൽ വന്നു. അപ്പൊ ആദ്യത്തെ സെമ്മിൽ എന്തൊക്കെയുണ്ട്? 3 ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ, അതായത് മേജർ അല്ലെങ്കിൽ മൈനർ കോഴ്സുകൾ ഉണ്ടാവും, ABC. പിന്നെ 2 AEC 1, AEC 2 ഇംഗ്ലീഷ് ആണത്, മലയാളം ലാംഗ്വേജ്. പിന്നെ MDC 1. അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ 3 ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ, അതായത് മേജർ അല്ലെങ്കിൽ മൈനർ ഉണ്ടാകാം. പിന്നെ 2 AEC കോഴ്സുകൾ ഉണ്ടാകും, ഒരു MDC കോഴ്സ്. അങ്ങനെ മൊത്തം 6. അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് 21. പിന്നെ മാക്സിമം അവേഴ്സ് 22 വരെ വരാം. അതിന്റെ കാരണം ചില കോഴ്സുകൾ ഞാൻ പിന്നീട് പറയാം. പ്രാക്ടിക്കൽ ഉള്ള കോഴ്സുകളാണെങ്കിൽ, അതായത് പ്രാക്ടിക്കൽ ഉള്ള കോഴ്സുകൾക്ക് ഒരു മണിക്കൂർ കൂടുതലുണ്ട്. അതാണ് ഇവിടെ ചില സ്ഥലത്ത് 1 മണിക്കൂർ കൂടുതൽ കാണുന്നത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ P എന്ന് കണ്ടാൽ അവിടെ പ്രാക്ടിക്കൽ ഉണ്ട് എന്നർത്ഥം. അതായത് ലാബ് വർക്കോ അല്ലെങ്കിൽ ഫീൽഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കോഴ്സുകളായിരിക്കും എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് 1 മണിക്കൂർ കൂടുതൽ വരും. പിന്നെ തേർഡ് സെമ്മിൽ ഇവിടെ കണ്ടു 2 മേജറും 2 മൈനറും വരാം. അപ്പൊ അവിടെ ഒരു MDC ഒരു VAC ഉണ്ട്. 4th സെമ്മിൽ 3 മേജർ വരാം, ഒരു SCC. എങ്ങനെ പോയാലും 6, ഈ സ്ട്രക്ചർ നോക്കില്ല, എങ്ങനെ പോയാലും 6 കോഴ്സുകൾ ഓരോ സെമ്മിലും ചെയ്യണം. അങ്ങനെയാണ് 6ാമത്തെ സെമസ്റ്റർ വരെയുള്ള സ്ട്രക്ചർ. അങ്ങനെ 133 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം. ഇനി ഇത് ഡബിൾ മേജർ പാത്വേ ആണ്. ഡബിൾ മേജർ പാത്വേയിലും ഇതേപോലെ കോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. പിന്നെ ഉള്ളത് സയൻസസിന്റെ കോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എല്ലാത്തിനും ബ്രാക്കറ്റിൽ P കാണാൻ പറ്റും. എന്താണ് P എന്ന് പറയുന്നത്? ഓരോ കോഴ്സിനും ഒരു പ്രാക്ടിക്കൽ
അവർ ഉണ്ടാവും അഡീഷണൽ ആയിട്ട്. പ്രാക്ടിക്കൽ മൊഡ്യൂൾ ഉണ്ടാവും. ഓരോ കോഴ്സും പഠിക്കുമ്പോൾ അതിന് 5 മൊഡ്യൂൾ ഉണ്ടാവും. അതിൽ 4 മൊഡ്യൂൾ തിയറിയും 5ാമത്തെ മൊഡ്യൂൾ പ്രാക്ടിക്കലും ആയിരിക്കും. അതാണ് ഇവിടെ ഈ സയൻസസിന് പി എന്ന് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ വ്യത്യാസമുണ്ട്, സ്ട്രക്ചറിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാ കോഴ്സുകളും ഇപ്പൊ 4 ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ 5 മൊഡ്യൂൾ ഉണ്ടാവണം. ആ 5 മൊഡ്യൂളില് അവസാനത്തെ മൊഡ്യൂള് ഇവിടെ പ്രാക്ടിക്കൽ ആയിരിക്കും, പ്രാക്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും. അതാണ് ബ്രാക്കറ്റിൽ പി കൊടുത്തിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ പി കൊടുത്തതെല്ലാം പ്രാക്ടിക്കൽ ഉള്ളതാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ഒക്കെ ഉള്ള കോഴ്സുകളായിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. സയൻസ് BSc മാത്തമാറ്റിക്സ്, BSc കെമിസ്ട്രി, BSc ബോട്ടണി, അങ്ങനെയുള്ള സയൻസ് വിഷയങ്ങളുടെ സ്ട്രക്ചർ ഇതാണ്. മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ പ്രാക്ടിക്കൽ അല്ല കിടക്കുന്നത്, ജനറൽ സോഷ്യൽ സയൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. ഇനി അതിന്റെ തന്നെ ഡബിൾ മേജർ പാത്ത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് അയച്ചു തരാം, വിശദമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിത് വളരെ എന്താ പറയുക ബ്രീഫായിട്ടാണ് പറയുന്നത്, കാരണം പല ആവർത്തി നോക്കിയാലാണ് അതിന്റെ ശരിക്കും പിടികിട്ടുള്ളൂ. ഇതും ഡിപ്പാർട്ട്മെന്റ് സയൻസ്. ഓക്കെ, ഇനി ജനറൽ ഫീച്ചേഴ്സ് ആണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ജനറൽ ഫീച്ചേഴ്സ്? ഇപ്പൊ നമ്മൾ കോഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇപ്പൊ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ, ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഈ 4 ഇയർ ഡിഗ്രീന്റെ ജനറൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ജനറൽ ഫീച്ചേഴ്സ്? ഞാൻ പറഞ്ഞ 6 സെമസ്റ്റർ, ഒരു സെമസ്റ്ററിൽ 18 ആഴ്ചകളാണുള്ളത്. അതിൽ ഓരോ ആഴ്ചയിൽ 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഉണ്ടാവുക. ഇപ്പൊ നിലവിലെ ഒരു വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് 9 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളതാണ്. പക്ഷെ 4 ഇയർ ഡിഗ്രി വരുമ്പോൾ അത് 9 മണി തൊട്ട് 4 മണി വരെ എന്നുള്ള ഇതിലേക്ക് വരും, വ്യത്യാസം വരും. കാരണം കോഴ്സുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെയും കുട്ടികൾക്ക് ഏത് ചൂസ് ചെയ്യാനുള്ള ഒരു മൊബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 15 ദിവസം ഉണ്ടാവും. 15 ദിവസം എന്തിനു വേണ്ടി? 3 വീക്സ്. 15 വീക്കാണ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളത്. ബാക്കി വരുന്ന 3 വീക്ക് 3 വീക്സ് ശരിക്കും പരീക്ഷ നടത്താൻ, വാല്യുവേഷൻ, ഇന്റേണൽ എക്സ്റ്റേണൽ വാല്യുവേഷൻ നടത്താനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 15 ആഴ്ചകളാണ് നമുക്ക് ടീച്ചിങ്ങിന് വരിക. ഇനി ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ലെക്ചർ അവറിനാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുക. ഒരു ക്രെഡിറ്റ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ 2 ക്രെഡിറ്റ് ലാബ് വർക്കും തുല്യമാണ്. മനസ്സിലായി? 2 മണിക്കൂർ ലാബ് വർക്കും തുല്യമാണ്. ഒരു ക്രെഡിറ്റ് പ്രാക്ടിക്കൽ കിട്ടണമെങ്കിൽ, പ്രാക്ടിക്കൽ ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 2 മണിക്കൂർ ലാബിൽ സ്പെൻഡ് ചെയ്യണം, അതാണ് അർത്ഥം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മേജറും മൈനറും 4 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് 4 ക്രെഡിറ്റ് ആകുമ്പോൾ 15 ആഴ്ചയിലുള്ള എത്ര വരും? 15 × 4 60 മണിക്കൂർ. 60 മണിക്കൂർ ലെക്ചർ അവർ ഉണ്ടായിരിക്കും ഒരു സെമസ്റ്ററിൽ. മനസ്സിലായില്ലേ? ഇനി 3 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ 45 മണിക്കൂർ ലെക്ചർ അവർ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ. അങ്ങനെ 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അതിൽ 15 മണിക്കൂർ, അങ്ങനെ 15 × 3 45 മണിക്കൂർ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ടാവും. ഇനി പ്രാക്ടിക്കം പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു സയൻസ് വിഷയങ്ങളാണ് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അതിൽ ലാസ്റ്റ് മൊഡ്യൂളാണ്, ഒരു കോഴ്സിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. ഇപ്പൊ നിലവിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് ഒരു കോഴ്സ് തന്നെ പ്രാക്ടിക്കലാണ്. ഇനി അങ്ങനെയല്ല പ്രാക്ടിക്കൽ വരിക ഒരു കോഴ്സിന്റെ 5ാമത്തെ മൊഡ്യൂളാണ് പ്രാക്ടിക്കലായിട്ട് വരിക. ഓക്കെ, അതായത് ആ പഠിക്കുന്ന പേപ്പറിന്റെ പ്രാക്ടിക്കൽ അപ്പൊ തന്നെ ചെയ്തു പോവുക. ഇനി ഇത് ഞാൻ പറഞ്ഞു. ഇനി ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയും. ഇപ്പൊ നമ്മൾ സിലബസ് ഇപ്പോൾ ടീച്ചേഴ്സ് ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ മൊഡ്യൂൾ, 4 മൊഡ്യൂളെ യൂണിവേഴ്സിറ്റിയും തരുള്ളൂ. 5ാമത്തെ മൊഡ്യൂള് തീരുമാനിക്കുന്നത് കൺസേൺഡ് ടീച്ചറും കോളേജുകളാണെങ്കിൽ കോളേജിലെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. 5ാമത്തെ മൊഡ്യൂള് ഈ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം. ഉദാഹരണത്തിന് അതിൽ ജനറൽ ഗൈഡ് ലൈൻസ് സിലബസിൽ തരുന്നുണ്ടാവും. 5ാമത്തെ മൊഡ്യൂളിൽ എന്ത് വേണം, ഇപ്പോൾ പ്രാക്ടിക്കൽ വേണം എന്നോ, അല്ലെങ്കിൽ പ്രൊജക്ട് വേണമെന്നോ, അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് വേണം, ജനറൽ ഗൈഡ് ലൈൻസ് തരുന്നുണ്ടാവും. അപ്പൊ അത് എന്ത് ഫീൽഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രാക്ടിക്കൽ ചെയ്യണം എന്നുള്ള തീരുമാനിക്കും കൺസേൺ പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും. അപ്പൊ ആ ടീച്ചർ തന്നെയായിരിക്കും അതിന് ക്വസ്റ്റ്യൻ ഒക്കെ ഇടുക, അതിന് വാല്യുവേഷൻ ഒക്കെ നടത്തുക. അതുകൊണ്ട് 5ാമത്തെ മൊഡ്യൂള് കൺസേൺഡ് ടീച്ചറേയും ഡിപ്പാർട്ട്മെന്റിന്റെയും ചുമതലയായിരിക്കും. അപ്പൊ അതിനെയാണ് പറയുക ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുക. മനസ്സിലായില്ലേ?
ഇനി അതിന്റെ ഈ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിന്റെ ഇവാലുവേഷൻ ആരാണ് നടത്തുക? അത് കൺസേൺ ടീച്ചർ തന്നെയാണ് നടത്തുക. അത് നമ്മൾ ഇന്റേണൽ ഇവാലുവേഷൻ തന്നെയാണ് അത് നടത്തുക. മനസ്സിലായില്ലേ? ഇനി അതിനുള്ള സിലബസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണം തീരുമാനിക്കുന്നതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ചെയ്യുക. അതുപോലെ സിഗ്നേച്ചർ കോഴ്സുകളുണ്ട്. അത് സിഗ്നേച്ചർ കോഴ്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന നമുക്ക് ജനറൽ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സിലബസ് ലഭിക്കും. ആ സിലബസ് കൂടാതെ ഇപ്പോൾ സെന്റ് തോമസ് കോളേജിലുള്ള ടീച്ചേഴ്സിനോട് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇന്ന കാര്യം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ എന്തായി, ആ ടീച്ചർക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ഒരു സിലബസ് ഉണ്ടാക്കാം. ആ സിലബസ് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ചാൽ അത് നമ്മുടെ ജനറൽ കോഴ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെയുള്ള കോഴ്സിനെയാണ് പറയുക സിഗ്നേച്ചർ കോഴ്സ് എന്ന് പറയും. അത് സ്റ്റുഡന്റിന് വേണമെങ്കിൽ അതിന്റെ സജഷൻ കൊടുക്കാം, ടീച്ചേഴ്സിന് പ്രിപ്പയർ ചെയ്യാം, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചാൽ നമുക്ക് പഠിപ്പിക്കാം. അതാണ് സിഗ്നേച്ചർ കോഴ്സുകൾ. അതൊക്കെ എലക്റ്റീവ് കോഴ്സിന്റെ ഭാഗമാക്കി മാറ്റാം. ഇപ്പോൾ നമുക്ക് എലക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കോഴ്സുകൾ ഇതിനകത്തുണ്ട്. 5ാമത്തെ സെമസ്റ്ററിലും 6ാമത്തെ സെമസ്റ്ററിലും മിനിമം 4 പേപ്പറുകൾ എലക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അതിലേക്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റി കുറച്ച് എലക്റ്റീവ് പേപ്പറുകൾ തരും. അത് കൂടാതെ ഇതേപോലെയുള്ള സിഗ്നേച്ചർ കോഴ്സുകൾ എലക്റ്റീവിന്റെ ഭാഗമാക്കി മാറ്റാം. ഇവിടെ എലക്റ്റീവ് കോഴ്സിലേക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട് 5ഉം 6ഉം. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത് മൈനർ കോഴ്സുകൾ. ഉദാഹരണത്തിന് ഫിസിക്സിന്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 4 സെമസ്റ്ററിലായിട്ടാണ് കോംപ്ലിമെന്ററി പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുക 3 സെമസ്റ്ററുകളായിട്ടാണ് മൈനർ കോഴ്സുകൾ പഠിക്കുക. അപ്പൊ 3 സെമസ്റ്ററുകളായിട്ട് ഈ 2 മൈനർ കോഴ്സുകൾ പഠിച്ചാൽ അങ്ങനെ 6 മൈനർ കോഴ്സ് വരും. അപ്പൊ അതുകൊണ്ട് 3 സെമസ്റ്ററിലെ മൈനർ ഉള്ളൂ. അതുകൊണ്ട് 4 സെമസ്റ്ററിന്റെ സിലബസുകൾ മാറ്റിയിട്ട് 3 സെമസ്റ്ററിന്റെ സിലബസ് ആക്കി മാറ്റും. അപ്പൊ 3 കോഴ്സുകൾ പഠിച്ചാൽ ഏതാണ്ട് നമ്മൾ എന്താ പറയാ കോംപ്ലിമെന്ററി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കും. അതാണ് ഇവിടെ 2 ഗ്രൂപ്പായിട്ട് തന്നിരിക്കുന്നത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. അപ്പൊ ഗ്രൂപ്പായിട്ടാണ് സിലബസുകൾ ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പാണ് എടുക്കേണ്ടി വരിക. മനസ്സിലായി? മൈനർ മേജർ വിത്ത് മൈനർ ഡിഗ്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഗ്രൂപ്പിലുള്ള 3 കോഴ്സുകളും എടുക്കേണ്ടി വരും. ഇവിടെ 1 ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ മേജർ വിത്ത് മൈനർ എന്ന് പറയുന്ന ആ ഒരു പാത്ത് വൈസിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മൈനർ ആയിട്ട് എടുക്കണം. കാരണം നമുക്ക് അത് ഓരോ ഗ്രൂപ്പിനെ പ്രത്യേകം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കോഴ്സുകളായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ്. ഇനി ഇവാലുവേഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നിലവിലെ 80:20 ആണ് ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ 70:30 എന്നുള്ള രീതിയിലാണ് ഇനി. അപ്പോൾ എക്സ്റ്റേണൽ 70:30 ഇന്റേണലും അങ്ങനെയാണ് ഇവാലുവേഷൻ വരിക. അപ്പൊ ആ 30 അപ്പൊ ഇനി അതുപോലെ തന്നെ 100 മാർക്കിന്റെ കൂടെ 75 മാർക്കിന്റെ ഉണ്ട്. അത് 50:25 എന്നുള്ള രീതിയിലാണ് എക്സ്റ്റേണൽ ഇന്റേണൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കും ഈ 4 ഇയർ ഡിഗ്രീന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ എന്താ പറയാ പ്രൊജക്റ്റ് ആണെങ്കിൽ ഞാൻ ടേബിൾ എടുക്കാം. ഇതുണ്ടല്ലേ ഇവാലുവേഷൻ 4 ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ തിയറി മൊഡ്യൂൾ മാത്രമേ ഉള്ളെങ്കിൽ, അതായത് 5 മൊഡ്യൂൾ ഉണ്ട്, 5 മൊഡ്യൂളും തിയറി മാത്രമാണെങ്കിൽ 5ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്റേണൽ ആയിട്ട് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ അതില് 5ാമത്തെ മൊഡ്യൂളിന്റെ ഇവാലുവേഷന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള 4 മൊഡ്യൂളുകൾ ഉപയോഗിച്ചുള്ള ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 30 മാർക്ക് ഇന്റേണൽ ഉണ്ടാവും, 70 മാർക്ക് എക്സ്റ്റേണൽ ഉണ്ടാവും. ഇനി തിയറിയും പ്രാക്ടിക്കലും ഉള്ള കോഴ്സ് ആണെങ്കിൽ, അതായത് സയൻസ് വിഷയങ്ങളാണെങ്കിൽ പ്രാക്ടിക്കലിന് അത് 5th മൊഡ്യൂൾ പ്രാക്ടിക്കലാണ് ഞാൻ പറഞ്ഞല്ലോ, 5ാമത്തെ മൊഡ്യൂൾ പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കലിന്റെ ഇവാലുവേഷൻ നടക്കുമ്പോൾ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20 ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള 4 മൊഡ്യൂളിൽ നമ്മൾ സാധാരണ നടക്കാറുള്ള പോലെ ഒരു ഇന്റേണൽ പരീക്ഷ ഉണ്ടാവും, അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 70 വന്നു, 30 വന്നു, ബാക്കി 70 എക്സ്റ്റേണൽ പരീക്ഷ. ഇനി എന്താ പറയാ 3 ക്രെഡിറ്റ് കോഴ്സ് ഉണ്ട്. അതിൽ തിയറി പേപ്പർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളെങ്കിൽ 5 മൊഡ്യൂൾ ഉണ്ടാവും. ആ 5 മൊഡ്യൂൾ തിയറി മാത്രമേ പഠിക്കുന്നുള്ളെങ്കിൽ ഓപ്പൺ എൻഡഡ് 5ാമത്തെ മൊഡ്യൂളിന്റെ അവിടെ വരുന്ന പരീക്ഷയുടെ മാർക്ക്, ടീച്ചർ ഇടുന്ന പരീക്ഷയുടെ മാർക്ക് 5 ആയിരിക്കും. ബാക്കി എക്സ്റ്റേണൽ പരീക്ഷയുടെ മാർക്ക്, എക്സ്റ്റേണൽ ആയിട്ട് നടത്തുന്ന ഇന്റേണൽ പരീക്ഷയുടെ അല്ലെങ്കിൽ കോളേജ് നടത്തുന്ന ഇന്റേണൽ പരീക്ഷയുടെ മാർക്ക് 20 ആയിരിക്കും. അത് ബാക്കിയുള്ള 4 മൊഡ്യൂളുകളിൽ നിന്നാണ് എടുക്കുക. അങ്ങനെ 25 വരും. ബാക്കി 50 എക്സ്റ്റേണൽ പരീക്ഷ
എക്സ്റ്റേണൽ പരീക്ഷ, സോറി 5 എന്ന് പറയുന്നത് എന്താ പറയാ ഓപ്പണന്റ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 20 മാർക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള 4 മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതാണ് ആ 5ഉം 20ഉം കൂടി ചേർന്നിട്ടാണ് ഇന്റേണൽ പരീക്ഷ ഉണ്ടാവുക. പിന്നെ എക്സ്റ്റേണൽ പരീക്ഷ. ഓക്കെ, ഇനി 3 ക്രെഡിറ്റ് കോഴ്സിൽ തിയറിയും പ്രാക്ടിക്കലും ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിന് അത് ഓപ്പൺ എൻഡഡ് ആയിരിക്കും. അതിന് 15 മാർക്ക് ഇന്റേണൽ ആയിട്ട് വാല്യുവേഷന്റെ മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന 10 മാർക്ക് ബാക്കി 4 മൊഡ്യൂളിൽ നിന്നുള്ള മാർക്ക് ഇന്റേണൽ പരീക്ഷ നടത്തിയെടുക്കും. അങ്ങനെയാണ് 25 മാർക്ക് കിട്ടുക. ആ 25-ൽ തന്നെ പിന്നെ 50 മാർക്ക് വേറെ എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ആരാണ് പരീക്ഷ നടത്തുക? ആരാണ് പരീക്ഷ നടത്തുന്നത്? ഇപ്പൊ യൂണിവേഴ്സിറ്റിയാണ് നിലവിൽ മൊത്തം നടത്തുന്നത്. നമ്മളെ സെന്റ് തോമസ് കോളേജ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോണമസ് ആയിട്ട് നമ്മൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1, 3, 5, 7 പരീക്ഷകൾ, സെമസ്റ്ററുകളുടെ പരീക്ഷകൾ കോളേജുകൾ കണ്ടക്ട് ചെയ്യും. അതിനുള്ള ഒരു നിയമാവലിയൊക്കെ യൂണിവേഴ്സിറ്റി തരും. അത് പ്രകാരം കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകൾ നടത്തുന്ന പോലെ തന്നെ കോളേജുകൾ കണ്ടക്ട് ചെയ്യും. കോളേജിലുള്ള അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അവർ തന്നെ പരീക്ഷ നടത്തും, കോളേജുകൾ ഓട്ടോണമസ് ചെയ്യുന്ന പോലെ. അതേസമയം 2, 4, 6, 8 പരീക്ഷകളെല്ലാം യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തും. അതാണ് യൂണിവേഴ്സിറ്റി സിസ്റ്റം. അപ്പൊ നമ്മൾ ഓട്ടോണമസ് കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഓട്ടോണമസ് കോളേജുകൾ തന്നെയാണ് നടത്തുക. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അയക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും അതിന്റെ ഡിഗ്രി മാർക്ക് നൽകുക. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും വാല്യുവേഷന്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ വാല്യുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആര് സഹായിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ തന്നെയും ഒരു 5-8 ക്ലാസ്സുകൾ കേട്ട് അല്ലെങ്കിൽ പല ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടാണ് ഒരു ധാരണയായത്. അപ്പൊ അതുകൊണ്ട് തന്നെയും പ്രിലിമിനറി ആയതുകൊണ്ട് ഒരു ബ്രീഫ് ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതിന്റെ ലാസ്റ്റ് ഒരു ഫൈനൽ ലക്ഷ്യം ഞാൻ പറയാം. അപ്പൊ അതിനു മുൻപ് ഇത് ആര് നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. നിങ്ങളെ ആര് ഒരു കോളേജ് ചെല്ലുമ്പോൾ ഏത് കോഴ്സ് എടുക്കണം. ഇത് പണ്ടത്തെ പോലെ നമുക്ക് എന്താ പറയാ BSc മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് PGക്ക് പോകാൻ പറ്റുക അങ്ങനെ നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയും അല്ലെങ്കിൽ നമ്മൾ കുറെ പഠിച്ചതിന് ശേഷം വേറെ ഒന്നിലേക്ക് മാറുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് മാറാൻ ആഗ്രഹിച്ച് ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പോകണമെന്ന് ആഗ്രഹിച്ചു വന്നു. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിരുന്നു, പിന്നെ MSc സ്റ്റാറ്റിസ്റ്റിക്സിന് പോയി. അപ്പൊ അങ്ങനെ നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാല് വേറൊരു ഡിഗ്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം. അങ്ങനെ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ക്രെഡിറ്റ് ഒക്കെ അച്ചീവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ ഒരു ഗൈഡ് മീൻസ് കോളേജിലുള്ള കോർഡിനേറ്റേഴ്സിന്റെ ഹെൽപ്പ് സ്വീകരിച്ച് ഓരോ കോഴ്സിനും ചേർന്ന കോഴ്സുകളാണ് മൈനർ ആയിട്ട് എടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത കോഴ്സുകളൊക്കെ മൈനർ ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയും ഏതൊക്കെയാണ് ഇനി യോജിച്ച. ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സുകാരോട് പറയാം മാത്തമാറ്റിക്സിന്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുകാരോട് പറയാം സ്റ്റാറ്റിസ്റ്റിക്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നുള്ള സജഷനാണ് ഞാൻ വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കുട്ടികൾ അങ്ങനെ രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ മാത്തമാറ്റിക്സിന്റെ കൂടെ ഇപ്പോൾ സുവോളജി എടുക്കുക ചിലരങ്ങനെ ഉണ്ടാവും കേട്ടോ, കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഫോറിൻ യൂണിവേഴ്സിറ്റികളും ഇന്ത്യക്ക് പുറത്തൊക്കെ അങ്ങനെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാൽ അവര് എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ സുവോളജിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിൽ കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, വിരോധമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികളായിട്ട് ഡയറക്റ്റ് ചെയ്ത് വന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെയും ഇങ്ങനെ കോർഡിനേറ്റേഴ്സിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോർഡിനേറ്റേഴ്സ്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തിയാൽ നിങ്ങൾ ഒരു കോർഡിനേഷന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനിത് കോളേജിൽ, എന്റെ കോളേജിൽ സെന്റ് തോമസ് കോളേജിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒരുമിച്ച് വിളിച്ചിട്ടല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റ് 10 പേരെ, അല്ലെങ്കിൽ നമുക്കറിയാം IKC റൂം അറിയാലോ, നിങ്ങൾക്കറിയാലോ, ആ റൂമിലുള്ള കൊള്ളാവുന്ന ആളുകൾ ഒരു 10-12 പേരെ മിക്കവാറും എല്ലാ എയ്ഡഡ് ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ച് ഞാനൊരു 6 ക്ലാസ്സുകളായിട്ട്, അത് 1 മണിക്കൂറിന്റെ 6 ക്ലാസ്സുകളായിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതേപോലെ നിങ്ങൾ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് അതിന്റെ ഭാഗമാണ് നിങ്ങൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളത്. കാരണം വെച്ചാൽ ഇതൊന്നും ആർക്കും അത്ര വ്യക്തതയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ അക്കാഡമിക് കോർഡിനേറ്റർ കോളേജിലുണ്ടാവും. ആ അക്കാഡമിക് കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾ പറയണം. അത് അപ്പോൾ കോളേജിൽ നിന്ന് അലോട്ട് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ പറയണം. അപ്പോൾ കോളേജിൽ അതിനനുസരിച്ച് അലോട്ട്മെന്റ് ഒക്കെ നടക്കും, നമ്മുടെ ഓപ്പൺ കോഴ്സ് സിസ്റ്റം പോലെ. അതുപോലെ തന്നെ ഓരോ കോളേജിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആണ് അവരുടെ കോഴ്സുകൾ ചേർന്ന് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്.
അതുപോലെ തന്നെ കോളേജ് ലെവൽ അക്കാഡമിക് കമ്മിറ്റി ഉണ്ടാവും. അതാരാണ്? ഈ അക്കാഡമിക് കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ. 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി, അതാണ് കോളേജ് ലെവൽ അക്കാഡമിക് കമ്മിറ്റി. അവരാണ് നിങ്ങളെ സഹായിക്കുക. അപ്പൊ അത് നമ്മുടെ അഡ്മിഷൻ ഒക്കെ ആരംഭിക്കുന്നതോടുകൂടി അത് റണ്ണിങ് ആവും, അല്ലെങ്കിൽ ലൈവ് ആവും. ആ സമയത്ത് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി ടൈം ടേബിൾ നമുക്കറിയാം. ഇപ്പൊ നിലവിൽ 5 മണിക്കൂറിന്റെ ടൈം ടേബിൾ ആണ്. പിന്നെ കൂടാതെ 1 മണിക്കൂർ ട്യൂട്ടോറിയൽ അവർ ഉണ്ട്. അങ്ങനെ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. അപ്പൊ നമുക്ക് പല കോഴ്സുകൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പല ടൈപ്പ് അധ്യാപകർ പല ടൈപ്പ് കോഴ്സുകൾ എടുക്കേണ്ടതുള്ളതുകൊണ്ടും എന്താ പറയാ 5 മണിക്കൂറിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് തന്നെയും പരമാവധി 6 മണിക്കൂർ വരെയുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 5 മണിക്കൂർ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. 1 മണിക്കൂർ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വർക്കോ അല്ലെങ്കിൽ ലാബ് വർക്കോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ അത് ഏതാണെന്നുള്ളത് അതായത് കോളേജ് അതായത് ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങളോട് പറയുക. ഇനി മേജർ പ്രോഗ്രാമിന് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, പ്രയർ അപ്രൂവൽ വാങ്ങിക്കണം. യൂണിവേഴ്സിറ്റി നമ്മുടെ സെന്റ് തോമസ് കോളേജ് 10 ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ആണ്. അവര് ഹോണസ്റ്റ് വിത്ത് റിസർച്ച് പ്രോഗ്രാം തുടങ്ങുന്നതിന് തടസ്സമില്ല. അപ്പൊ അത് നമ്മളിവിടെ തുടങ്ങും. പക്ഷെ ആർക്കെങ്കിലും പുതുതായിട്ട് തുടങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ വേണം, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രോസ്പെക്ടസ് ഓൾറെഡി കോളേജുകൾ നിങ്ങൾക്ക് തരും. ഓറിയന്റേഷൻ പ്രോഗ്രാം തുടക്കത്തിൽ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് തരും, അത് പേടിക്കണ്ട. പിന്നെ സ്റ്റുഡൻസിന് ഉണ്ടാവും, ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ മൈനർ ഏതൊക്കെ എടുക്കണം എന്നുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 75% അറ്റൻഡൻസ് ആണ് നമുക്ക് ഫൈൻ കൂടാതെ, കണ്ടോണേഷൻ കൂടാതെ എഴുതാൻ നമുക്ക് വേണ്ടത്. ഇനി 50% ഉണ്ടെങ്കിലും ഫൈനോട് കൂടി എഴുതാൻ പറ്റും. പക്ഷെ 50ന്റെ താഴെയാണെങ്കിൽ എന്താണ് റീ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അത് ശ്രദ്ധിക്കണം. അത് ഈ ഒരു ഇതിന്റെ പ്രത്യേകതയാണ്. അറ്റൻഡൻസ് 75% ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 50ന്റെ 75ന്റെ ഇടയിലാണെങ്കിൽ ഫൈനോട് കൂടി ചെയ്യാം. പക്ഷെ 50ൽ താഴെ ആയി കഴിഞ്ഞാൽ റീ അഡ്മിഷൻ അടുത്ത വർഷം സെയിം ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി മേജറും മൈനറും തമ്മിൽ ചേഞ്ച് വരുത്താം. അത് എപ്പോഴാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കാം. ഞാൻ ആദ്യം BSc മാത്തമാറ്റിക്സിൽ ചേർന്നു, കുറച്ച് ഇപ്പൊ വേണമെങ്കിൽ അത് ആദ്യത്തെ വർഷം കഴിയുന്നതോടുകൂടി ഈ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നമ്മൾക്ക് ചേർന്ന മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മേജർ വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡർ സ്റ്റഡീസിനോട് പറഞ്ഞിട്ടുള്ളത് മാത്തമാറ്റിക്സിൽ മേജർ പഠിപ്പിക്കുന്നത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മൈനർ ആയിട്ട് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മേജറിന്റെയും ഗുണം കിട്ടും, മൈനറിന്റെയും ഗുണം കിട്ടും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയും ആ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ആദ്യത്തെ സെം കഴിയുമ്പോൾ രണ്ടാമത്തെ സെം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മേജർ എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചേഞ്ച് വരുത്താണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ നിയമപ്രകാരം വേണം. ഗവൺമെന്റ് നിയമം എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി മാക്സിമം ഉണ്ട്. ഉദാഹരണത്തിന് സെന്റ് തോമസ് കോളേജില് ഡിഗ്രിക്ക് അഡ്മിഷൻ നേടേണ്ട മാക്സിമം 24 കുട്ടികൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ 23 കുട്ടികളെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ എങ്കിൽ ആരെങ്കിലും ഇടയ്ക്ക് TC വാങ്ങിച്ച് പോയിട്ടില്ല, അപ്പോൾ ഒരു കുട്ടിയുടെ ഒഴിവ് വരും. ആ ഒഴിവിലേക്ക് മാത്രമേ പിന്നെ ഒരു 10% കൂടി ഗവൺമെന്റ് അനുവദിച്ചാൽ ആ ഒരു 10%, അതായത് 2.4 അല്ലെങ്കിൽ 3 പേരെ കൂടി മാത്രമേ നമുക്ക് ഈ മേജർ ചേഞ്ച് വഴി, മേജർ മാറുന്ന വഴിയായിട്ടും അല്ലെങ്കിൽ മൈനർ മാറുന്ന വഴിയായിട്ടും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒഴിവുണ്ടാവണം. ഒഴിവുണ്ടെങ്കിൽ ഈ മേജർ ചേഞ്ചുകൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ മൈനറിന്റെ അതുപോലെ തന്നെ. പക്ഷെ ഇങ്ങനെ മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ആദ്യത്തെ 2 സെം കഴിഞ്ഞ് മാറണം. പിന്നെ ഈ ഒരു ഡിഗ്രിയുടെ പ്രത്യേകത NEP-യിൽ പറയുന്നത് എല്ലാ വർഷവും വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാന്ന് പറയുന്നത്. എന്നിട്ട് ഈ കോളേജിൽ നിന്ന് TC വാങ്ങി വേറെ കോളേജിൽ പോയിട്ട് സെക്കൻഡ് ഇയർ ചെയ്യാം, വേറൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് തേർഡ് ഇയർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് NEP-യുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് എളുപ്പമല്ലാത്തതുകൊണ്ടും നടക്കില്ലാത്തതുകൊണ്ടും ക്വിറ്റിങ് തേർഡ് ഇയറിൽ മാത്രമേ ഇപ്പൊ അനുവദിച്ചിട്ടുള്ളൂ, ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മേജറും മൈനറൊക്കെ മാറ്റാം, പക്ഷെ അതേസമയം ക്വിറ്റിങ് നടക്കില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്താൽ ചിലപ്പോൾ അതേ കോഴ്സ് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി പാത്ത് വൈസിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പൊ NSS, NCC, ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സോണൽ ലെവൽ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ D-Zone പാർട്ടിസിപ്പേഷൻ, +1 പാർട്ടിസിപ്പേഷൻ, അതിനൊക്കെ ഉണ്ടെങ്കിൽ 3 ക്രെഡിറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അത് 6ാമത്തെ സെമിലെ SCC-ക്കാണ് ആ ഒരു ക്രെഡിറ്റ് അവിടെ കൂട്ടുക. അപ്പൊ ഇങ്ങനെ സ്റ്റുഡൻസിനൊക്കെ ജോയിൻ ചെയ്യാം. NSS, NCC ജോയിൻ അതിന്റെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 3 ക്രെഡിറ്റ് കിട്ടും. ഇനി they are eligible to pass with grade point 4 and mark 33. ഇനി എന്താണ് പറയാ,
ഗ്രേസ് മാർക്ക്. ഇനി ഇങ്ങനെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് മെറിറ്റോറിയസ് അച്ചീവ്മെന്റ്സിന് ഉണ്ടാവും. അതായത് സ്പോർട്സിലും ആർട്സിലും നാഷണൽ ഇന്റർനാഷണൽ അല്ലെങ്കിൽ NCC സി സർട്ടിഫിക്കറ്റ് അതിനൊക്കെ ഉണ്ടാവും ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ NCC NSS ഉണ്ടായേണ്ട കാര്യമില്ല. മെറിറ്റോറിയസ് അച്ചീവ്മെന്റ്സിന് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അത് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നിലവിൽ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റികളൊക്കെ തുടങ്ങിയാലാണ് അതിന്റെ വരുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വിമല കോളേജിൽ നിന്ന് പോയിട്ട് ഒരു ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത് വരാം, അല്ലെങ്കിൽ മറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ആ രീതിയിലാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സാധ്യത, ക്രെഡിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള ലെവലിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മറ്റ് സ്ഥാപനം, അതാണ് അതിന്റെ ശരിക്കുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഫോറിനിലൊക്കെയാണ് ഇതേപോലെയുള്ള കോഴ്സുകളാണ് ഉള്ളത്. കുറെ സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും അല്ല, കുറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട്. അതെന്തിനുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ സാഹചര്യം ഉള്ളിടത്ത് എങ്ങനെ പറ്റുള്ളൂ, അല്ലാത്തടത്ത് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. കോളേജ് ട്രാൻസ്ഫർ ഒറ്റ പ്രാവശ്യം അനുവദിക്കും, ഇന്റർ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കും, ക്വിറ്റിംഗ് സമ്മതിക്കില്ല, അതേസമയം ട്രാൻസ്ഫർ സമ്മതിക്കും. അത് രണ്ട് കോളേജും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ഇപ്പോൾ ഉദാഹരണം സെന്റ് തോമസിന് വിമലയിലേക്ക് വേണമെങ്കിൽ സെന്റ് തോമസിന്റെ മാനേജ്മെന്റും വിമലയിലെ മാനേജ്മെന്റും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ഇവിടുന്ന് കുട്ടികൾ അവിടേക്ക് വന്നാൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് കുട്ടികൾ ഇങ്ങോട്ട് ഒഴിവുണ്ടെങ്കിൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ചെയ്യാം. അതൊക്കെ നടക്കും. മനസ്സിലായില്ലേ? സെമസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണം, 2 ആഴ്ച മുമ്പ് തന്നെ ചെയ്യണം, അല്ലാതെ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഓരോ സെമസ്റ്റർ തുടങ്ങുമ്പോഴും സെമസ്റ്റർ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ ഒന്നുകൂടി കാണിച്ചിട്ട് ഇതാണ് സ്ട്രക്ചർ. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം കൂടി കിട്ടും. എന്താണ്, 8 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കും. 6 സെമസ്റ്റർ കഴിയുമ്പോൾ 3 ഇയർ ഡിഗ്രി കിട്ടും. 6 സെമസ്റ്ററിലും മേജറും മൈനറും ഫൗണ്ടേഷൻ കോഴ്സുകൾ പഠിക്കാനുണ്ടാവും. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഫൗണ്ടേഷൻ കോഴ്സുകൾ മുഴുവൻ പഠിക്കുന്ന ആദ്യത്തെ 3 സെമസ്റ്ററുകളാണ്. ആദ്യത്തെ 3 സെമസ്റ്ററിൽ തന്നെയാണ് മൈനർ കോഴ്സുകളും പഠിക്കേണ്ടത്. ഇനി മൈനറിന്റെയും അല്ലെങ്കിൽ മേജറിന്റെയും കമ്പോണൻസ്, ചില കമ്പോണൻസ് നമുക്ക് വേണമെങ്കിൽ മറ്റ് സെമസ്റ്ററുകളിലും പഠിക്കാം, സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ, ഇലക്ടീവ്സ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേജർ മൈനർ ഫൗണ്ടേഷൻ കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ ആദ്യത്തെ 3 സെമ്മുകളിലാണ് മൈനറും ഫൗണ്ടേഷനും ഫോക്കസ് ചെയ്യുന്നത്. 4ാമത്തെ സെമ്മിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 5-6 സെമ്മുകളിൽ ചില കമ്പോണൻസ്, SCC പോലുള്ള കമ്പോണൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മൈനറിന് ഫൗണ്ടേഷൻ എടുക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, എല്ലാ സമയത്തോട്ടും വിചാരിക്കരുത്. 7ലേക്ക് പോകുമ്പോൾ 5 മേജർ കോഴ്സ് പഠിക്കണം. 8ലേക്ക് പോകുമ്പോൾ 3 അല്ലെങ്കിൽ 12 ക്രെഡിറ്റിന്റെ ഒരു പ്രൊജക്ട് ചെയ്യണം. കൂടാതെ 3 കോഴ്സുകളും ചെയ്യണം. 12 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 3 കോഴ്സിന് തുല്യമാണ്. അല്ലെങ്കിൽ 12 ക്രെഡിറ്റിന് വരെ 8 ക്രെഡിറ്റിന് ചെയ്യാം. അപ്പൊ അവിടെ ഒരു കോഴ്സ് അഡീഷണൽ ആയിട്ട് ചെയ്യണം. അപ്പൊ 4 മൊത്തത്തിൽ 4 കോഴ്സ് വരും. അപ്പൊ ഈ 3 ജനറലായിട്ട് പറഞ്ഞ 3 കോഴ്സുകൾ വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യാം. കാരണം ഈ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് അവിടേക്കും ഇവിടേക്കും പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യാം എന്നുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതാണ് 8th സെമ്മിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 177 ക്രെഡിറ്റ് മിനിമം ആഡ് ചെയ്യണം. 240 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റും. അതിൽ കൂടുതലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഫൗണ്ടേഷൻ കോഴ്സുകളുടെ ബാസ്ക്കറ്റുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ എടുക്കാം. ഓരോ സ്ലോട്ടുകൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് ആ സ്ലോട്ടുകളിനനുസരിച്ച് ഫൗണ്ടേഷൻ കോഴ്സുകൾ എടുക്കാം. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ MDC, SCC, BSc, AECയിൽ AEC മുഴുവനും ഇംഗ്ലീഷ് ലാംഗ്വേജിലും മലയാളം ലാംഗ്വേജിൽ തന്നെ എടുക്കേണ്ടത്. VSc എല്ലാത്തിൽ നിന്നും എടുക്കാം, എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുക്കാം. അതുപോലെ SCC എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുക്കാം. MDCയും എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുക്കാം. MDCന്റെ പ്രത്യേകത നമ്മുടെ സെയിം വിഷയത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല, മറ്റു വിഷയം മൾട്ടി ഡിസിപ്ലിൻ എന്ന് പറയും, മറ്റു വിഷയങ്ങളിൽ നിന്ന് എടുക്കണം. അപ്പൊ അത് എടുക്കാൻ ഇതൊക്കെ എടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഈ താഴെ തരുന്ന ബാസ്ക്കറ്റ് മുഴുവൻ ഫൗണ്ടേഷൻ കോഴ്സുകളാണ്. ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന ആ ഫൗണ്ട് എന്നുള്ളതിന്റെ ഫൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഇതാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ